എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തഴവ AVBHS സ്കൂളിലാണ്. ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടും വെറൈറ്റി തന്നെയാണ്. നീണ്ട 29 വർഷങ്ങൾക്ക് ശേഷം പഠിച്ച സ്കൂളിലേക്ക് ഞങ്ങൾ കൂട്ടുകാർ വീണ്ടും എത്തുകയാണ്. ആ മനോഹരമായ സുദിനം ഇന്നാണ്. ഞങ്ങൾ കൂട്ടുകാരുടെ എല്ലാം വർഷങ്ങളായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ റീയൂണിയൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല ജോലികളിലും പല മേഖലയിലും വർത്തിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും ഇന്ന് എത്തും. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ റീയൂണിയൻ മാമാങ്കത്തിലേക്ക് സ്വാഗതം. One, two, three എന്ന് പറയുമ്പോ യാർ വേണം ഇങ്ങനെ കൈ കാണിച്ചിട്ട്. ഓക്കെ, 1, 2, 3 ഇവിടെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരുപാട് കൂട്ടുകാർ എത്താനുണ്ട്. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പറ്റുമെങ്കിൽ നമ്മൾ പഠിച്ച കലാലയങ്ങളിലേക്ക് ഒന്ന് പോകണം. ആ ഇടനാഴികളിലൂടെ ഒന്ന് നടക്കണം. ഓർമ്മകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വീണ്ടും എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമുക്കേവർക്കും പരസ്പരം കാണുന്നത് നമ്മളാക്കിയ ഇന്ന് കാണുന്ന നമ്മളാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായ അധ്യാപകരെ കാണുവാനും അവരുടെ വർത്തമാനങ്ങൾ അവരുടെ സുഖവും ദുഃഖവും ഒക്കെ പങ്കുവെക്കുവാനുള്ള വളരെ വലിയ ഒരു വേളയാണ് സമാഗതമായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റീയൂണിയൻ എന്നത് ഏകദേശം 30 വർഷ കാലമാണ്. എന്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ഞാൻ 10ാം ക്ലാസ്സിലായിട്ടാണ് അച്ഛൻ്റെ 10ാം ക്ലാസ്സിന്റെ റീയൂണിയൻ. അപ്പം എല്ലാവരും തിരക്കുള്ളവരാണ്, വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്നവരാണ്. അപ്പം ആ തിരക്കിനിടയിൽ എല്ലാവരും പരമാവധി സമയം കണ്ടെത്തും. എല്ലാവർക്കും വളരെ തിരക്കുള്ളവരാണ്. എല്ലാവർക്കും തിരക്കുള്ളവരാണ്. ലോക നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല,
ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എന്നും നിൻ കലാവൈഭവം. ഇരുളുമ്പോൾ പോലും തേജോഗോളങ്ങൾ നിൻ വിരൽ തുമ്പിൽ തിരിയുന്നു. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി അധ്യാപകൻ വേണ്ടുന്നതുമായ ശ്രീ സുനിൽകുമാർ പി ജി അവരുടെ ആദരവ് ക്ഷണിച്ചു. ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ ഗുരുശ്രേഷ്ഠരായ അധ്യാപകർ, നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ, ഇത് സംബന്ധിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. അത്യന്തം സന്തോഷകരമായ ഒരു അവസരത്തിലാണ് നമ്മൾ ഏവരും ഇവിടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ മുഖങ്ങളിലെല്ലാം ഈ സന്തോഷം ഇങ്ങനെ തീരെ തല്ലി നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം ഞാനിത് പ്രത്യേകമായി പറയേണ്ടതില്ല. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ റിയൂണിയൻ, ഈ കൂട്ടായ്മ കുറേയധികം മനുഷ്യരുടെ ഒരു സ്വപ്നമായിരുന്നു. കുറേയധികം മനുഷ്യർ സ്വപ്നം കണ്ടിട്ടാണ് ഇന്ന് നമുക്കിങ്ങനെ കൂടാൻ കഴിയുന്നത്. 29 വർഷമായിരിക്കുന്നു നമ്മൾ ഈ കലാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. 29 വർഷം എത്ര വലിയൊരു കാലയളവാണ്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മ ഇല്ലെങ്കിൽ, ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഒരിക്കലും പരസ്പരം കാണാത്ത ചില മനുഷ്യർ ഇവിടെ ഉണ്ടാകും. അപ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രാധാന്യമുള്ളത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ 2 പേരുകൾ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ഒരാൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ ഇല്ല. അയാളുടെ പേരാണ് വിനോദ്. വിനോദിന്റെയും അജേഷിന്റെയും ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ മഹത്തായ ഒരു കൂട്ടായ്മയുടെ ആദ്യ ബീജം ഉണ്ടായത്. അപ്പോ വിനോദിനെ കുറിച്ച് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അദ്ദേഹം രോഗക്കിടക്കയിലാണ്. ഈ രോഗക്കിടക്കയിലായിരുന്നപ്പോഴും ഞാനും പ്രിയപ്പെട്ട ശ്രീനുവും ഒരു ദിവസം ഞങ്ങൾ അവിടെ പോവുകയും നമ്മുടെ മൊബൈലിൽ ഞാൻ ഈ ലോഗോ 96ന്റെ ലോഗോ അവനെ കാണിക്കുകയും ചെയ്തപ്പോൾ അവന്റെ കണ്ണിലുണ്ടായ തിളക്കമാണ് നമ്മുടെ ഊർജം എന്ന് ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ കണ്ണിലുണ്ടായ തിളക്കമാണ്. ഒരു വർഷം ഇങ്ങനെ തളർന്നു കിടക്കുമ്പോഴും അവൻ കണ്ണെടുത്ത് തുറന്ന് ഞങ്ങളെ നോക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അവന്റെ സ്വപ്നമാണ് നമ്മളിവിടെ പൂർത്തീകരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം? കാരണം എന്തെങ്കിലും ഈ കൂടിയിരിക്കുമ്പോൾ എന്തെങ്കിലും കൂടെ അവരെ പിടിച്ചുകൊണ്ട് നടക്കാനും അവർക്കൊരു സഹായഹസ്തം നീട്ടാനും നമുക്ക് കഴിയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മയുടെ രണ്ടാമത്തെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇന്ന് യൗവനയുക്തരായ നമ്മുടെ ശിഷ്യന്മാരാണ്. അത് വളരെ ആഹ്ലാദം എന്തെങ്കിലും അഭിപ്രായം തോന്നുകയും ഇങ്ങനെ സംഘടിപ്പിക്കുകയും ചെയ്തതിന് അതിയായ സന്തോഷത്തോടെ ആദ്യം ഈ നാട്ടിലും മറുനാട്ടിലും എവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അത് ഇമ്പമുള്ള കാര്യമായി സന്തോഷമുള്ളതായിട്ട് കാഴ്ച തന്നെ വളരെ നയനാനുസരമാണ്. എല്ലാവർക്കും അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിദേശത്തു നിന്ന് എത്തിയവരുണ്ട്. വിദേശത്ത് നിന്ന് നമ്മൾ തമ്മിലുള്ള പരസ്പര സ്നേഹം നമ്മൾ അറിയുന്നില്ല. അത്രയ്ക്ക് അത്രയ്ക്ക് ബന്ധമാണ്, ഇന്നതുമാണ്. എല്ലാവരും വന്നു. ഈ തുടക്കം എന്ന് പറയുന്നത് പൊടിമുടക്കമാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേർ 40 വയസ്സ് കഴിഞ്ഞുള്ള കാര്യം പറയുന്ന കാര്യമാണ്. ഇവരെല്ലാവരും വന്ന് കസേരയൊക്കെ പെടുത്തിയിട്ട് എല്ലാവരും പറഞ്ഞു മൊത്തമൊന്നും വയ്യ, അതൊന്നും പഴയ പോലെ മേല. അപ്പൊ എല്ലാവരും
4 or 5 പേരാണ് സ്ട്രോക്ക് വന്ന് നമ്മുടെ കൂട്ടത്തിന് സഹായിക്കുന്നത്. ഇപ്പം ഈ ചടങ്ങിൽ നമ്മുടെ കൂടെ തന്നെ ഈ ബാക്കി ധരിച്ചിരിക്കേണ്ട വിനോദിന്റെ വീട്ടിൽ ഞാനും കൂടെ പോയി അവരുടെ കിടത്ത കണ്ടിട്ട് സഹിക്കാൻ പറ്റും. യാത്രയിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികൾക്കും അധ്യാപകർക്കും സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അംഗം ഷെമീറിനെ ക്ഷണിക്കുന്നു. നമ്മോടൊപ്പം പഠിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവരാകുകയും ഈ 29 വർഷത്തെ ദീർഘമായ കാലത്തിൽ നമ്മെ വിട്ടുപോയ പ്രിയപ്പെട്ട കുട്ടികൾ ശ്രീ രാജൻ, സംഗീത്, മോഹൻ പ്രതാപ്, രാമൻ, ശ്രീ ജവാദ്, ഗോകുമാർ എന്നിവർക്ക് വിദ്യാലയ ജീവിതത്തിൽ നമുക്ക് അക്ഷര വെളിച്ചം പകർന്നു തന്നു നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട അധ്യാപകരായ രാജലക്ഷ്മി ടീച്ചർ, ശീലൻ ടീച്ചർ, കോഴ്സ് സാർ തുടങ്ങി ഈ കാലയളവിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും AVBHS 96 ബാച്ചിന്റെ ആദരണീയ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് നമുക്ക് ഓണാക്കാം. AVBHSന്റെ റീയൂണിയൻ ചടങ്ങാണ് നടക്കുന്നത്. പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, ഈ സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഈയൊക്കെ കണ്ട് അധ്യാപകരുടെ ഇടയിൽ അറിയപ്പെട്ട ഈ മുഹമ്മദ് സാർ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ഞാൻ അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം എറണാകുളത്തെ താലൂക്കിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം പാരന്റ്സ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. കാരണം ഇന്നത്തെ പോലെ അന്ന് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാക്ഷൻ വേണമായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറിന്റെ ചെരുപ്പിന്റെ വള്ളി സെക്രട്ടറിയേറ്റ് കയറി. അങ്ങനെ അദ്ദേഹം ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവന്ന് എറണാകുളത്ത് ഈ സ്കൂളാണ് ആദ്യമായിട്ട്. അതുകൊണ്ടാണ് സഹപാഠികളെ എല്ലാവരും വളരെ സന്തോഷമുണ്ട്. ഏകദേശം 20 കൊല്ലം കഴിഞ്ഞ് നമ്മൾ സ്കൂളിന് കഴിവുണ്ട് പല വിദ്യാഭ്യാസത്തിന് നമ്മുടെ കൂടെ ഇരിക്കുന്ന പല ആൾക്കാരും പല വഴികളും സഞ്ചരിച്ച് ചില ബിസിനസ് മേഖലയിലും ചിലർ ഗവൺമെന്റ് ജോലികളെല്ലാം ഏകദേശം ഒരു സന്തോഷമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. വലിയെങ്കിലും വരും. കാരണം ഞങ്ങൾ പലരുടെയും നിങ്ങളെ ഏകദേശത്തിന്റെ കഴിഞ്ഞില്ല. ഇനിയും നമ്മുടെ ശിവകുല സാർ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം നിങ്ങൾ പലരും അന്ന് ഞങ്ങൾ ഞാനന്ന് പലരുടെയും മുമ്പ് ക്ലാസ് കണ്ടിട്ടില്ല. ഞാൻ സീനിയർ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. സാർ ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ സാർ പഠിച്ചു വന്നിട്ടേ ഇല്ല. പ്രത്യേക സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ചുവരനെ കൊണ്ട് എന്നോട് പറഞ്ഞു ക്ലാസ്സുകളിൽ പോകുമായിരുന്നു. അന്ന് ചുവരന് ബലമായിരുന്നു. ഇന്ന് പക്ഷെ ബലമില്ലാതെ വന്നതിന്റെ ബലങ്ങളും ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ചുവരൻ ഇപ്പോഴും എടുക്കണമെന്നുള്ള അഭിപ്രായങ്ങൾ കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നാതായിരിക്കും നല്ലത്. വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ നോക്കിയാൽ അവരെ നിർത്തിച്ചിട്ട് അവർക്ക് മുന്നേയുണ്ട്. വിദ്യാർത്ഥികളെ സ്നേഹം നിറഞ്ഞ അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങൾ വളരെ കാലത്തെ തയ്യാറെടുപ്പിന് ശേഷം യുവരാജ്യം ബഹുമാനിക്കുകയാണ്. നിങ്ങൾ ഈ സ്കൂൾ വിട്ടിട്ട് ഏകദേശം 3 പതിറ്റാണ്ട് കാലം ആകുന്നു. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏതാണ്ട് 15 വയസ്സോളം പ്രായമുള്ള കുറച്ച് കുട്ടികളായിരുന്നെങ്കിൽ ഇന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട രക്ഷകർത്താക്കളായിട്ട് പ്രവർത്തിക്കുകയാണ്. ജീവിതത്തിന്റെ പല മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ കഴിവുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പിതാവുമാർ, ഒന്ന് കാണാതെ പഠിച്ചു പോകുന്നില്ല. വലിയൊരു പ്രഭാഷണമാണ്. പക്ഷെ പറയാൻ കഴിയുന്ന കാര്യമുണ്ട്. ഏകദേശം ഒരു 2016 പോകും. അതായത് നമ്മൾ തുടങ്ങാൻ പറയുന്നത് 20 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ ഒരു മാസം കൂടാൻ ഗ്രഹിക്കുന്നത്.
അതാണ് സുരേഷ് തള്ളി ടീച്ചേഴ്സാണ്. അത് വരുന്നതിന് ശേഷം ചെറിയ തരത്തിലുള്ള അത് ഒത്തിരി പോയെങ്കിലും അന്ന് എല്ലാവരെയും കൂടെ നിർത്താമെന്ന് പറഞ്ഞാൽ നമ്മൾ സേവിയർ തമ്മിൽ വെച്ച് നമ്മുടെ ഗാന്ധിജിയോടാണ് ഇപ്പോൾ നിലവിലുള്ള 1996 അങ്ങനെ പോലെ ജീവനുള്ള കച്ചവട സംഖ്യ നടത്താമെന്ന് വിചാരിച്ച് ഒരു 10,000 പേരുണ്ട്. മുതലുകൾ പുറത്തായിരിക്കാം. പക്ഷേ അത് അല്പസമയം കൊണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് എൻ്റെ ഹൃദയം ഈ പരിസരത്തെ മനോഹരമായ ആകർഷകമായ അന്തരീക്ഷം അങ്ങോട്ട് കൊടുക്കുകയാണ്. നിങ്ങളെ പലരെയും മുഖം ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാത്ത പേരുമാണ്. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ള ക്ലാസ്സിലായാലും അല്ലാത്തതായാലും പഠിപ്പിക്കുന്നതിന് മുഖം കൊടുക്കണം. കാരണം എനിക്ക് എല്ലാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്ന നന്ദി ഈ നിങ്ങളോട് പറയാൻ പറ്റായിരുന്നു. ഞാൻ ആലോചിച്ചുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ല കാര്യം. നിങ്ങളോടൊപ്പം പാർപ്പറന്ന് കഴിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ ഒരു 5-6 പേരാകട്ടെ അവരിന്ന് അവശത അനുഭവിക്കുക. ആ അവശത അനുഭവിക്കുന്നവരെ കുറിച്ച് കാണാൻ, അവരെ കുറിച്ച് ചിന്തിക്കാൻ, അവരുടെ ഭാവിയിൽ വികാരത്തോടുകൂടി ഭാവി വേണ്ടി ആസൂത്രണം ചെയ്യാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് എന്റെ ഹൃദയത്തെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്നത് മാത്രമല്ല വൈകാരികമായി ചാഞ്ചല്യമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. നിങ്ങളെപ്പോലെ മാതൃകാപരമായ ഓരോ വർഷവും ഇതുപോലെ തയ്യാറായ നമ്മുടെ കേരളത്തിലെ എത്രയോ ആളുകൾക്ക് അതിന് പരീക്ഷയാവും, അതിന് സമാധാനത്തിനുള്ള വഴിയാവും. ആ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, അടുത്തതായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട രാജേന്ദ്ര സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട 96 ബാച്ച് വിദ്യാർത്ഥികൾ, അന്നത്തെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ മധ്യവയസ്സിലൂടെ ആളായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ പഠിച്ച സുഹൃത്തുക്കൾ 1968 ബാച്ചാണ്. 68 ഇവിടെ നിന്ന് പാസ്സായി ദേവസ്വം കോളേജിൽ കിട്ടിയിരിക്കും. എന്ന് പറഞ്ഞാൽ പഠിത്തമൊന്നുമല്ല, എൻ്റെ അച്ഛൻ അധ്യാപകനാണ്. അന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ശാസ്താംകോട്ടയിൽ 10 പൈസയാണ് പഠിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് 10 പൈസ, എന്നോട് 10 പൈസ ബസ് സമരമാണെങ്കിൽ മാരായത്തോടും ശാസ്താംകോട്ട അവിടെ വെച്ച് ഇങ്ങോട്ടുള്ള പരിചയത്തിലൂടെയാണ് ഞങ്ങളുടെ വില മനസ്സിലാക്കി. അവരെ സഹായിക്കുക. അതുപോലെ തന്നെ ഒരു യൂണിയനിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നേരിടുന്ന ഒരു കൂട്ടായ്മയല്ല നമ്മളൊക്കെ ഒരേ നാട്ടിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ പോയി എന്നുള്ളതല്ലാതെ നമ്മളൊന്നും തമ്മിൽ അത്ര വലിയ അകലമൊന്നുമില്ല. എപ്പോഴും ഒരു ഫോണിന്റെ തലത്തിൽ എപ്പോഴും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന 5-10 പേര് ഈ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ ശരി പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാരംഭമായി നമുക്കിതിനെ കണ്ടാൽ മതി. ഇതിപ്പോ സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ആവശ്യം, ഒരു കത്തനാണ് ആശംസിച്ചുകൊണ്ട് ജനന്റെ വാങ്ങി അവസാനം. വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന അനുസരിച്ച് വരാനിടയായത്. അത് ആദ്യം സുനിൽകുമാർ എന്ന് പറയുന്ന നരഭവന നിരാശകരവും അനുഭവം മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അതിലേറെ ഈ ഒരു ദിവസത്തിന് വേണ്ടി കുറേ നാളുകളായി കാത്തിരിക്കുന്നു. ഞാൻ ഈ വേദിയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തവണ കയറിയ വിദ്യാർത്ഥി ഞാനായിരിക്കും. ഈ ഇരിക്കുന്ന അധ്യാപകരും പലരും ഇപ്പോൾ സൂര്യ പറഞ്ഞ പോലെ കൃഷിയും ജോലിയും സാറ്റി പറഞ്ഞും അല്ലെങ്കിൽ ഭയപ്പെടുകയും അങ്ങനെ ഒന്നും കിട്ടാത്ത ഒരു വിദ്യാർത്ഥി ഞാനായിരുന്നു. എന്നാൽ എൻ്റെ സാഹചര്യത്തിൻ്റെ മുമ്പിലായിരിക്കണം ഒരു പക്ഷേ ഞാൻ തിരിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അതിനു മുൻപ് എൻ്റെ ഒരു കുറച്ച് ഓർമ്മ ഞാൻ പറഞ്ഞിട്ട് കുടുംബത്തിനെ കുറിച്ച് കൂടി പറയുകയാണ്. അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ
ബഹുമാന്യനായ എൻ്റെ ഗുരു ശ്രീ ശിവജി സാർ, ഗുരു അല്ലെങ്കിലും ഗുരു തുല്യനായ ഇപ്പോഴും പല കാര്യങ്ങളും ഞാൻ ടീച്ചറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സൗദാമിയ ടീച്ചർ, ബഹുമാന്യനായ എൻ്റെ മറ്റ് സഹപ്രവർത്തകർ, എല്ലാവരും പേരെടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സമയം അപകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, എങ്ങനെ നിങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് അറിയില്ല. അത്രയും സന്തോഷമുണ്ട് നിങ്ങളെ കാണുന്നത്. എൻ്റെ വാർത്തകളിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ സ്നേഹമുഹൂർത്തത്തിൽ, ഈ സ്നേഹ കൂട്ടായ്മയിൽ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കിയതിന് അങ്ങേയറ്റം നന്ദി പറയുന്നു. പ്രിയപ്പെട്ട AVHSന്റെ യേശുദാസിന്റെ പാട്ട് കേട്ട് അവന്റെ ഓർമ്മ പങ്കിടൽ വെച്ച് ഞാൻ വല്ലാതെ കരഞ്ഞു പോയി. അതല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ചെയ്യായിരുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകരും നല്ലവരായ എൻ്റെ കുട്ടികൾ, നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ സന്തോഷം എനിക്ക് അടുത്ത റീയൂണിയൻ വരെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇപ്പം തന്നെ ഈ കുട്ടികൾ വന്ന് വിളിച്ചാൽ ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കലണ്ടറിൽ അത് രേഖപ്പെടുത്തി ഏത് ദിവസമാണ് എനിക്ക് സ്കൂളിൽ പോകണമെന്നുള്ളത്. എന്നിട്ട് അതനുസരിച്ചായിരിക്കും എൻ്റെ മക്കളോട് പറയും, അന്ന് എനിക്ക് ഒരു പരിപാടിക്ക് കിട്ടത്തില്ല, ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ വന്ന് വിളിച്ചിട്ടുണ്ട്, എനിക്ക് അപ്പമാണ്. ഇപ്പം തന്നെ മോൻ്റെ കൂടെ ബാംഗ്ലൂരിലായിരുന്നു 2-3 ദിവസത്തിന് മുമ്പ് വരെ. അപ്പം ഇനി അവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു 12-ാം തീയതി എൻ്റെ കൊച്ചുങ്ങളെ വീട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കൊച്ചുങ്ങളെ വന്ന് വിളിച്ചിട്ടുണ്ട്, എനിക്ക് റീയൂണിയന് പോയേ പറ്റും. അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ്. എടാ മോനെയും പറഞ്ഞിട്ട് കണ്ടിട്ട് പണ്ട് എഴുതി ഏതോ ഒരു പാട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നത് അവനെ കാണിച്ചിട്ട് പറയാം, മോനെ നീ എഴുതിയതാണ്. എനിക്കതിന് പറ്റാത്ത ഇത്രയും അടുത്ത് കിടന്ന് എനിക്ക് ടീച്ചറിനെ കാണാൻ പറ്റിയില്ലല്ലോ, അവൻ വരണമായിരുന്നല്ലോ എനിക്ക് ടീച്ചറിനെ കാണാൻ. പിന്നെ ഞാൻ കേട്ടിട്ട് ടീച്ചറിന്റെ മരണമാണ്. പക്ഷെ അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളുടെ അടുത്ത് ഓടി വരാറുണ്ട്. ഏത് കുട്ടികളായാലും പഠിപ്പിച്ച് ഏത് കുട്ടികൾ എവിടെ വെച്ച് കണ്ടാലും ഓടും. 5 നിമിഷം ടീച്ചറല്ലേ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടത്ത് പോയിട്ട് വരുന്നു, ട്രെയിനകത്തായാലും ബസ്സിനകത്തായാലും എവിടെ ആയാലും ഈ കുട്ടികൾ അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് തോന്നും അവരെ ഞാൻ ഇത്രയൊന്നും അന്ന് സ്നേഹിച്ചിരുന്നില്ല കാലം. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ, അതായത് നിങ്ങളുടെ ഭാര്യമാരെ, എൻ്റെ കൂടെ പഠിച്ചവരും വേറെ ഡിവിഷനിൽ പഠിച്ചവരുമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും, ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൈക്കിന് മുന്നിൽ ഇതേപോലെ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും ഇപ്പോൾ കണ്ടതിന് ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് കണ്ണു തുറന്നു പോയി. കാരണം ഇവരെ പഠിച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ടീച്ചറിനെ കണ്ടിട്ടുണ്ട്, രാജേന്ദ്ര സാറിനെ ഇങ്ങനെ ഒരു കല്യാണത്തിന് വെച്ച് ഞാൻ കണ്ടിരുന്നു. പിന്നെ സൗദാമിയ ടീച്ചറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒരു ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. കൂടെ പഠിച്ചവരെ ഞാൻ കൂടുതലായിട്ട് എനിക്ക് ആരുമായിട്ടും ഒരു സഹകരണമൊന്നും വല്ലായിട്ടില്ല. അത് എൻ്റെ തന്നെ ഒരു മിസ്റ്റേക്കാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇവരെല്ലാം കാണാനും ഇവരോടൊപ്പം ഇരിക്കാനും പ്രത്യേകിച്ചും അധ്യാപകരെ എല്ലാവരെയും ഒന്നിച്ച് കാണാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ കൂട്ടായ്മ ഇനിയും തുടർന്ന് മുമ്പോട്ട് പോകണമെന്നും നമ്മളാൽ കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്തു കൊടുക്കണമെന്നും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നിങ്ങളോടൊപ്പം എന്നും ഞാനുണ്ടാവും. തുടർന്ന് അധ്യാപകരെ നമുക്ക് എല്ലാവർക്കും കാണാനും അവരുടെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനും ഉള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും കൂടെ ഞാൻ ഉണ്ടാവും. അത്ര മാത്രം പറയുന്നു. ഈ ഹൈ വോൾട്ടേജ് കാണുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ്. ഇതിനകത്ത് എന്നെ അമ്മാവിനെ ഞാൻ നന്ദി പറഞ്ഞു. എക്സാമ്പിൾ 2 വരിയുണ്ട്. പക്ഷികളൊക്കെ പറന്നൊരു ഉച്ചത്തിൽ കയറി ഒട്ടും ശ്രമിച്ചോ ഒക്കെ ഓരോ വഴി പറന്നുപോയി. നിങ്ങൾ ആ പറന്നുപോയ പക്ഷികളെല്ലാം നിങ്ങൾക്ക് വന്നു തന്നിരിക്കുക. ഈ ഒരു മനോഹര സമയം നിങ്ങൾ പലരും പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങളുടെ സ്ഥലപ്രവർത്തകരെ അവരുടെ ഒരു മോശാവസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ സഹായ അറിയില്ല അവസ്ഥയിൽ ചേർത്ത് നിൽക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സിൽ വലിയൊരു നമസ്കാരം. നിങ്ങൾക്കെല്ലാവരും നന്ദി ചേരാനുള്ള ഒരു പ്രധാന കാര്യം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉൾപ്പെട്ട വലിയ ബോധമുണ്ടായിരിക്കും. പിന്നെ ടാഗോസിന്റെ സിനിമയിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും, എങ്കിലും ഈ കൂട്ടായ്മയിൽ ഞാനൊരു ഉപദേശം ഞാൻ മുന്നിലില്ല. കാരണം നമ്മൾ ആവശ്യത്തിന് ഉപദേശം കേട്ട് നിങ്ങളുടെ മക്കളെ ഉപദേശിക്കുന്ന പ്രായമാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ നല്ല വൈകുന്നു നല്ല വൈകുന്നു ഒക്കെ അവർ നിങ്ങളോട് പറയുന്നത് ഞാൻ എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ, നിങ്ങളെ കാണാൻ ഇതുപോലെ അവസരം ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ട അപ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ നിങ്ങളാർന്നും അന്ന് എൻ്റെ മുന്നിൽ ഇരുന്ന കുറച്ച് കുഞ്ഞാണെന്ന് എനിക്ക് ആരും
പലരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷേ കാണാൻ ഈശ്വരൻ തിരിച്ചറിയും അതിൻ്റെ പിന്നിൽ അധികമായ അധ്യാപനം ഉണ്ടായിരുന്നെന്നും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് നാളെ ഇനിയും ഇതിനുള്ള മനസ്സും ശക്തിയും ഈശ്വരൻ ഉണ്ടാക്കുക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ നല്ല പ്രവർത്തികളോടൊപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അനീതികളും അന്യായങ്ങളും ദൂരീകരിക്കാനും നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ വിനിയോഗിക്കണം. സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട പൂർവ്വ വളരെയേറെ സന്തോഷമുണ്ട്. വളരെ വാക്കുകൾക്കതീതമായി സന്തോഷമുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥികളല്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 44-45 വയസ്സ് പ്രായമുള്ളവരായിരിക്കണം. അതൊരു 15 വയസ്സ് അതിനപ്പുറവും പ്രായമുള്ള മക്കളുടെ അച്ഛനമ്മമാരായിരുന്നു അല്ലേ? നമുക്ക് അത്ര സുദീർഘമായ പ്രശ്നം നിങ്ങളോട് നടത്തേണ്ടതല്ല. സങ്കീർണമായ ജീവിതത്തിൻ്റെ ഇരട്ടി അല്പസമയം പൂർവ്വ വിദ്യാലയത്തിൽ ഒന്ന് സമ്മേളിക്കുവാനും എല്ലാവരുമായി സന്തോഷം പങ്കിടുവാനും കാണിച്ച വിശാലമായ മനസ്സിനുള്ളിൽ ഞാൻ നമസ്കരിച്ചുകൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് ആശംസകൾ പറഞ്ഞു മാറും. ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങൾ 96 ബാച്ചാണ്. 1970 ബാച്ചാണ്. കറക്റ്റ് 26 വർഷം മുമ്പ് ഇവിടുന്ന് SSLC ഇറങ്ങിയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതും സ്കൂളിൽ ഇടപെടായി NCCയുടെ വിദ്യാർത്ഥിയായി സ്കൂൾ ഫസ്റ്റായി SSLCക്ക് സ്കൂൾ ഫസ്റ്റായി സ്കൂൾ ലീഡറായി NCCയുടെ ലീഡിംഗ് ലീഡറായി നിങ്ങളെക്കാൾ 26 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥി. വ്യത്യസ്തമായ വ്യതിരിക്തമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ നിങ്ങളോട് ഞാൻ ഒരു ഉപദേശങ്ങൾ തരികയാണ്. ഞാൻ പഠിച്ചതും ഞങ്ങൾ പഠിപ്പിച്ചതുമായ കാലഘട്ടമല്ല. നിങ്ങളുടെ മക്കളെ അതായത് കഥയും പതിയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ദിവസേന നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സങ്കീർണമായ ഈ ജീവിത ക്രമത്തിലേക്ക് ലോകക്രമത്തിൽ ആഗോള തലത്തിൽ കിടക്കുന്ന ഇത്ര ആരോഗ്യത്തെ സൂചിപ്പിച്ചതുള്ള അരക്ഷിതാവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന്, അതായത് ആരെ ബഹുമാനിക്കണം, ആരാരെ സ്നേഹിക്കണം എന്നൊന്നും സാമൂഹ്യ പ്രതിബദ്ധത പോയിട്ട് കുടുംബ പ്രതിബദ്ധത പോലും അച്ഛനമ്മമാർക്ക് പോലും പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ മക്കളെ വളർത്തുന്നത് വളരെ 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 അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളാക്കിയവരോട് ഇന്ത്യന്മാർക്ക് ഇന്ത്യയിലെ വളർന്നതാണ്. ഇന്ത്യന്മാരെല്ലാം ദിവസമില്ല വളർന്നത്. അതുകൊണ്ട് നിങ്ങളാക്കിയ നിങ്ങളുടെ രക്ഷകർത്താക്കളോട് ഉള്ള പ്രതിബദ്ധത നിങ്ങൾ മറന്നുപോയി. നിങ്ങളുടെ മക്കളെ വളർത്തുന്നതിൽ അതീവ ജാഗ്രതകളുണ്ട്. അവർക്ക് പരമാവധി വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തിരിച്ചറിവുകൂടി മക്കൾക്ക് കൊടുത്ത് വളർത്തണം. എങ്കിൽ മാത്രമേ യഥാർത്ഥം വളരെ നന്ദി. ഈ അവസരത്തിൽ നിങ്ങളെ കാണാൻ കഴിയുകയും ഒക്കെ ചെയ്ത് വളരെ വലിയ നല്ല സന്തോഷമായ അനുഭവത്തിൽ ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മ എന്നും ഇങ്ങനെ നിലനിന്ന് പോകണം എന്ന് ഞാൻ ഓരോരുത്തരും. ഒപ്പം നമ്മുടെ അധ്യാപകരെ ഓരോ വർഷങ്ങളിലും ഇതുപോലെ അനുഭവം കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ കഴിയുന്ന സമയമുണ്ടായിട്ട് വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി. വേദിയിരിക്കുന്ന പൂർവ്വ അധ്യാപകർ പലരെയും ഞാൻ പേരുകൊണ്ടാണ് അറിയുന്നത്. പക്ഷേ അവരുടെ എനിക്ക് നേരിൽ കാണാൻ സാധിക്കും. ഇതുപോലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പല
പല സ്കൂളുകളിലും ഒത്തുചേർന്ന് സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷപ്രദമാണ്. അപ്പോൾ ഒരു മാസം മുന്നേ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്യും. നിങ്ങളോട് സംസാരിക്കാനായി കാസർഗോഡ് ജില്ലയിലെ കൂട്ടുകാർ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് അതിൽ പരം അഭിമാനം ഒന്നും തന്നെയില്ല. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2003-2004 കാലഘട്ടത്തിൽ ഈ സ്കൂളിലെ ഗ്രൗണ്ടിൽ ഞങ്ങൾ കുറച്ച് പേര് വന്ന് ഫിസിക്കൽ പ്രാക്ടീസ് നടത്തുന്നുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയ എല്ലാവിധ ആശംസകളും അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന ഇതിന് ബഹുമാനപ്പെട്ട എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹാശംസ അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്തകളാണ് നമുക്ക് പരിചയമുള്ളതായിട്ടുള്ള ഞങ്ങൾ വരാൻ പറ്റാതെ പോയ അധ്യാപകരുണ്ട്. അതുപോലെ എല്ലാവരും വിജയങ്ങളെ കുറിച്ച് പറയുന്നത് സ്കൂളിലും ജീവിതത്തിലും പലതരത്തിലും വിട്ടുപോയവരുണ്ട്. അതെല്ലാവരും ഓർക്കുന്നുണ്ട്. അതെല്ലാവരും ഒരുമിച്ച് നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നടന്ന ചടങ്ങുകൾ അതുപോലെ ചടങ്ങിലേക്ക് വന്നെത്തിച്ചേരാനും അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ ആഗ്രഹിക്കുന്ന മുന്നോട്ട് വന്ന അധ്യാപകർക്ക് അതുപോലെ ഇതൊരു വിജയം അവതരിക്കാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഉദയന്റെ പാർട്ടി എനിക്കറിയത്തില്ല. കണ്ടെയ്നർ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്കൊരു മകളുണ്ട്, ഭാര്യയുണ്ട്. മോളെ ഈ സ്കൂളിൽ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഓരോരുത്തരും ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യം ആരൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ നല്ല രീതിയിൽ അധ്യക്ഷന് നന്ദി പറയുന്നത്. പിന്നെ വലിയ വെടിക്കെട്ട് നടന്ന സ്ഥലത്ത് ചെറിയ ഓലപ്പടക്കം നോക്കിയാൽ ശ്രദ്ധിക്കാറുണ്ട് ആൾക്കാരല്ല. എൻ്റെ പേര് മണിക്കൂട്ടൻ. 10 ജിയിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പം ഞാൻ സർവീസിലാണ്. ഇന്ന് ഞാൻ മണിപ്പൂരിൻ്റെ കാവൽക്കാരനായി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമസ്കാരം. ഒരുപാട് നേരം പറയരുത്, പറഞ്ഞേ. 5ാം ക്ലാസ് മുതൽ എന്റെ കൂടെ സംഘകാലത്തിന് ഈ കാലം എന്നാ കയറിയുന്നോ അല്ല മാത്രമല്ല വിനുമായിട്ടൊരു
പ്രിയമുള്ളവരെ, ഒരു സുന്ദര സ്വപ്നം കഴിഞ്ഞ പ്രതീതിയിൽ ഞങ്ങൾ മടങ്ങുകയാണ്. വീണ്ടും വീണ്ടും ഏപ്രിലുകളിൽ കൂടണമെന്ന ഒറ്റ ചിന്തയോടെ. വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമറിയിക്കുന്നു. എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.